ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എനിക്കൊരു പുതിയൊരു ആളെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഇക്രു ചാടിപ്പോയതിന് ശേഷം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, എൻ്റെ അണ്ണാങ്കുഞ്ഞ് പോയല്ലോ എന്നോർത്ത്. അപ്പോൾ ദേ ആ വിഷമമൊക്കെ മാറി മറന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ ദേ വന്ന് കിടക്കുന്നു അടുത്തയാൾ. ഇയാൾ കണ്ണൊന്നും തുറന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇക്രുവിനെ കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കണ്ണൊക്കെ തുറന്നിട്ടായിരുന്നു കിട്ടിയത്. ഈ ചങ്ങായിനെ കണ്ണൊന്നും തുറക്കാതെയാണ് കിട്ടിയത്. അങ്ങനെ പെട്ടെന്ന് ചുമ്മാ വന്ന് വീണൊന്നുമല്ല, അങ്ങ് വിദൂരത്തുനിന്ന് ചന്ദ്രനിൽ നിന്ന് വന്ന പോലെയാണ് ആൾ വന്നത്. വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് ഓടിട്ടതാണ് രണ്ടാമത്തെ നില. അപ്പോൾ അതിൻ്റെ അവിടെ നിന്നാണ് ആൾ വന്ന് വീണത്. ആ കാണുന്ന ചകിരി പോലുള്ള സ്ഥലത്താണ് പുള്ളിയുടെ വീട്. കണ്ടില്ലേ, കയ്യിലിരുന്ന് ഉറങ്ങുകയാണ് ആൾ. കണ്ണൊന്നും തുറന്നിട്ടൊന്നുമില്ല, നല്ല മിനുസമാണ് ആളുടെ. ചെറിയ ചെറിയ രോമങ്ങളാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് തടവിക്കൊണ്ടൊക്കെ ഇരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആൾക്കൊരു 1-2 ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇക്രു മിസ്സായതിൻ്റെ വിഷമമെല്ലാം ഞാൻ ഈ ചങ്ങായെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒന്ന് തീർത്തു. പക്ഷേ എന്താ പറയുക, കയ്യിലൊന്നും വെച്ചുകൊണ്ടിരിക്കാനൊന്നും ഒത്തിരി നേരം നിന്നില്ല. കാരണം ഇക്രു വളർന്നപ്പോൾ ചാടിപ്പോയ പോലെ തന്നെ ഇവനും പോകുമെന്ന് എനിക്കറിയാം. പിന്നെ അവൻ്റെ അമ്മയ്ക്ക് തന്നെ കൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ആദ്യം അണ്ണാങ്കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ തള്ള അണ്ണാനെ കാണാത്തതുകൊണ്ടാണ് വെച്ചത്. കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കൊടുത്ത് വിട്ടേനായിരുന്നു. പക്ഷേ ഇവന് എന്താ പറയുക, ഇവൻ്റെ അമ്മയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇവിടെ ഉണ്ട് എന്നറിയാം. അതുകൊണ്ട് കുറച്ച് നേരം കയ്യിലൊക്കെ വെച്ച് ഞാനൊന്ന് കളിപ്പിച്ചു. ആദ്യം ഞാൻ വിചാരിച്ച് കണ്ണ് തുറന്നിട്ട് ഉറങ്ങുന്നതാണ് ആളെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കണ്ണ് തുറന്ന് വരുമോ എന്നറിയാൻ. പക്ഷെ വന്നിട്ടൊന്നുമില്ല. പിന്നെ മനസ്സിലായി ആൾ കണ്ണൊന്നും തുറന്നിട്ടില്ല എന്ന് മനസ്സിലായി. കുറച്ച് നേരം കയ്യിലൊക്കെ വെച്ചു കേട്ടോ. ചൂടൊക്കെ ആക്കി കൊടുത്ത് കയ്യിലൊക്കെ വെച്ച് കൈയുടെ ചൂടൊക്കെ പറ്റി കഴിഞ്ഞപ്പോൾ ആൾ അവിടെ ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങി. കയ്യിലെടുത്തതേ ചുരുണ്ട് കയറി ഇരുന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഞാൻ കയ്യിൽ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അമ്മയൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ കുറച്ച് നേരം കയ്യിൽ പിടിക്കാം എന്ന് കരുതി ഞാൻ കുറച്ച് നേരം കയ്യിലൊക്കെ വെച്ച് 1-2 ഉമ്മയൊക്കെ കൊടുത്തു. എനിക്ക് ഇക്രുവിനെ മിസ്സായതിൻ്റെ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെങ്കിലും ഇവനെ കണ്ടപ്പോൾ കുറച്ച് നേരത്തേക്കൊന്ന് മാറിക്കിട്ടി. പക്ഷേ എന്താണെങ്കിലും നമ്മൾ വളർത്താൻ തീരുമാനിച്ചില്ല, തിരിച്ചു കൊടുക്കാമെന്ന് തന്നെ കരുതി ഇരിക്കുമായിരുന്നു. ആളുടെ കയ്യും കാലൊക്കെ കാണാം, ഇക്രുവിനെ പോലെ തന്നെ ഇരിക്കുന്നത്. കുഞ്ഞു കയ്യും കാലും, അതൊക്കെ നമ്മുടെ വിരലിങ്ങനെ വട്ടം പിടിച്ചായിരിക്കുന്ന ആൾ. പക്ഷേ എന്താ പറയുക, നമ്മൾ തിരിച്ചു കൊടുക്കണമല്ലോ. പിന്നെ ഞാനൊരു തുണിയിൽ എടുത്ത് വെച്ച്, ഒരു പഴയൊരു ബനിയനായിരുന്നു കേട്ടോ, അതിന് ഇച്ചിരി ചൂടുണ്ട്. അപ്പോൾ പുള്ളീനെ അതിനകത്ത് വെച്ചിട്ട് ചുരുട്ടി. അവൻ വീണതിൻ്റെ ആ ഒരു അലമാരയുടെ മേളിൽ, ഒരു പഴയ അലമാരയുടെ മേളിൽ നിന്നാണ് വീണത്. അതിൻ്റെ മേളിൽ തട്ടിയിട്ടാന്ന് തോന്നുന്നു വീണത്. പക്ഷേ അവൻ്റെ അമ്മയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ ഈസി അലമാരയുടെ മേളിലിരിക്കുമ്പോഴാണ്. നേരത്തെ ഇതൊരു 3-4 ദിവസം മുമ്പ് ഇവനെ വീണ് കിട്ടിയായിരുന്നു. അന്ന് എടുത്തുകൊണ്ട് പോയപ്പം ആ അണ്ണാന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എടുത്തുകൊണ്ട് ഓടി നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കയറി മേള് വരെ എത്താൻ വേണ്ടി. അപ്പോൾ ഇന്നെന്താണ്, ഞാനത് ചുരുട്ടിയെടുത്ത് ആ അലമാരയുടെ മേളിൽ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. അതാകുമ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമുണ്ട്, ആ ഓടിൻ്റെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് ഞാൻ പതുക്കെ എടുത്ത് അതിൽ ചുരുട്ടിയെടുത്ത് ആളെ പതുക്കെ അലമാരയുടെ മേളിലേക്ക് വെച്ചു. നല്ല ഉറക്കമായതുകൊണ്ട് പുള്ളി വേറെ ബഹളമൊന്നും വെച്ചിട്ടൊന്നുമില്ല. ആദ്യമൊന്നും നല്ല രീതിയിൽ കരഞ്ഞു, കീ കീ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. വീണ സൗണ്ടിലാന്ന് തോന്നുന്നു, ആ ഒരു ആഘാതത്തിൽ പുള്ളി കരഞ്ഞതാന്ന് തോന്നുന്നു. നല്ല രീതിയിൽ കരച്ചിലുണ്ടായിരുന്നു. ആ കരച്ചിൽ കേട്ടാണ് ഞാൻ കയറിപ്പോയത്. ചെന്ന് നോക്കിയപ്പോഴാണ് അവിടെ കിടക്കുന്നത് വേണ്ടത്. അതിന് ശേഷം ഞാൻ അവിടെ ഒരു ഗ്രില്ല് പോലത്തെ ഒരു സാധനം അവിടെ വെച്ച് കൊടുത്തു. അണ്ണാൻ കുഞ്ഞിനെടുത്തുകൊണ്ട് കയറിപ്പോകാൻ എളുപ്പമായിരിക്കണമല്ലോ. അതുകൊണ്ട് ഒന്ന് എടുത്ത് വെച്ച് കൊടുത്തതാണ്. ആ ഓടിട്ട ആ ഒരു സൈഡിലാണ് അവരുടെ കൂട് ഇരിക്കുന്നത്. ആ കൂടിനകത്തുനിന്നാന്ന് തോന്നുന്നു ചാടി വന്നു. ആൾ ഇടയ്ക്കിടയ്ക്ക് വീഴാറുണ്ട് ഇപ്പം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കി കേട്ടോ, ആളവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നോക്കി. അണ്ണാൻ എടുത്തുകൊണ്ട് അണ്ണാൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് വന്നത്. എടുത്തുകൊണ്ട് പോയോ എന്നറിയാൻ വേണ്ടി ഞാൻ വന്ന് നോക്കിയതാണ്. പക്ഷേ എന്താ പറയുക, കൂടിൻ്റെ അവിടെയൊന്നും കണ്ടില്ല. കൂടിൻ്റെ അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ബനീനിൽ തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ആശാൻ അതിനകത്ത് തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അമ്മ വന്നിട്ടേ ഇല്ല. പുള്ളി സേഫാന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു. അമ്മ എവിടെയോ കറങ്ങാൻ പോയിരിക്കുകയാണ്, വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് പിന്നെയും ഞാൻ വന്ന് നോക്കി കേട്ടോ. പിന്നെ ഞാൻ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആശാൻ ദീദേ പതുക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ക്ലിയർ ആവുന്നില്ല, എൻ്റെ ഫോണിൽ അത് ക്ലിയറായില്ല. പതുക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കുഞ്ഞിനെ പതുക്കെ എടുത്തുകൊണ്ട് പോയി. ഇനിയിപ്പോൾ പതുക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ് നല്ല രസമായിരുന്നു കേട്ടോ. പതുക്കെ എടുത്തുകൊണ്ട് പോയി ആ ഓടിൻ്റെ സൈഡിൽ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് ആശാത്തി ആ കൂട്ടിൽ വെച്ചില്ല, ആ സൈഡിലുള്ള ഒരു പൊത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ പുള്ളിക്കാരി അവിടെ നിന്ന് ചാടി ഇറങ്ങി ഓടും. എന്താണെങ്കിലും ഇക്രുവിനെ കിട്ടിയ പോലെ തന്നെ ഇവനെയും കിട്ടി ഞാൻ തിരിച്ചു കൊടുത്തു.